നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. വെള്ളമുണ്ട വൈബ്സ്. നിർവഹണം ഭാഗ്യലക്ഷ്മി. സാങ്കേതിക സഹായം റെനീഷ് ആര്യപ്പള്ളി. മെയ് 26 അന്ന് വെള്ളമുണ്ടയുടെ പേരും പെരുമയും ഭംഗിയും ആഘോഷിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വെള്ളമുണ്ട വൈബ്സ് എന്ന പരിപാടിക്കായി കാത്തിരിക്കുകയാണ് നാടും നാട്ടുകാരും. അന്ന് 3 മണിക്ക് നടക്കുന്ന ഈ ചടങ്ങിൽ ഡിവിഷൻ പരിധിയിലെ 100-ലധികം വരുന്ന ചെണ്ട, തുടി കലാകാരന്മാരെയും പാരമ്പര്യ തെയ്യം കലാകാരന്മാരെയും മറ്റ് പ്രതിഭകളെയും ആദരിക്കുകയാണ്. കൂടാതെ പ്രശസ്ത സൗണ്ട് ഹീലർ ഡോക്ടർ ശ്യാം റോക്ക് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന എക്സ്ക്ലൂസീവ് ഡ്രം ഇവന്റും സദസ്സിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയെക്കുറിച്ച് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി. വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ 2025 മെയ് 26 തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വെള്ളമുണ്ട വൈബ്സ് ആദരായന ആസ്വാദന പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനകം പൂർത്തിയായിരിക്കുകയാണ്. വെള്ളമുണ്ടയുടെ പേരും പെരുമയും ഭംഗിയും ആഘോഷിക്കുന്ന ഒരു ചടങ്ങായിരിക്കും ഈ വെള്ളമുണ്ട വൈബ്സ്. ഡിവിഷൻ പരിധിയിലെ 100-ലധികം വരുന്ന ചെണ്ട, തുടി കലാകാരന്മാരെയും അതോടൊപ്പം തന്നെ പാരമ്പര്യ തെയ്യം കലാകാരന്മാരെയും മറ്റ് മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിക്കുന്നുണ്ട്. പ്രശസ്ത സൗണ്ട് ഹീലർ ഡോക്ടർ ശ്യാം റോക്ക് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന എക്സ്ക്ലൂസീവ് ഡ്രം ഇവന്റ് സദസ്സും അന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും വെള്ളമുണ്ടയിലെ മുഴുവൻ കലാകാരന്മാരും സംഗമിക്കുന്ന ഒരു മഹാ കലാകാരന്മാരുടെ സംഗമവേദിയായി വെള്ളമുണ്ട വൈബ്സ് മാറാൻ പോവുകയാണ്. വെള്ളമുണ്ട വൈബ്സിലേക്ക് ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വെള്ളമുണ്ടയെ സംബന്ധിച്ച് ഒട്ടേറെ കലാകാരന്മാർ അധിവസിക്കുന്ന ഒരു ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ വെള്ളമുണ്ട ഡിവിഷൻ പരിധിയിലെ കലാകാരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അവരുടെ കൂട്ടായ്മകളും അവരുടെ സംഗമങ്ങളുമൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ ഈ രൂപത്തിൽ വളരെ എഫേർട്ട് എടുത്ത് കഠിനാധ്വാനം ചെയ്ത് ഒരു സംഗമ വേദി വെള്ളമുണ്ട വൈബ്സ് എന്ന രൂപത്തിൽ ക്രമീകരിച്ചത്. ഈ വെള്ളമുണ്ട വൈബ്സിൽ പങ്കെടുക്കുന്നവര് ചെണ്ട കലാകാരന്മാര്, തെയ്യൻ കലാകാരന്മാര്, അതേപോലെ തുടി കലാകാരന്മാർ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ വെള്ളമുണ്ടയിലെ ഗായകർ, ഗായികമാര്, അതേപോലെ മറ്റ് ശ്രദ്ധേയമായ കലാരൂപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാപ്പിള കലാരൂപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ദഫ്, കോൽക്കളി പോലെയുള്ള കലാരൂപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ നൃത്ത രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരെ അങ്ങനെ പലരെയും ഞങ്ങൾ ഈ കലാകാരന്മാരുടെ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന റേഡിയോ മാറ്റുലിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു വലിയ പരിപാടി ആയതുകൊണ്ട് ആരെങ്കിലും ഞങ്ങൾക്ക് നേരിൽ കണ്ട് ക്ഷണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ ഈ കാര്യം അറിയിച്ച് അവരെ കൂടെ മഹാസംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനും അഭ്യർത്ഥിക്കാനും കൂടെ എൻ്റെ ഈ ശബ്ദം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഏതായാലും റേഡിയോ മാറ്റുലി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുന്ന ഒരു സംവിധാനമാണ് റേഡിയോ മാറ്റുലി. ഞങ്ങളുമായി വെള്ളമുണ്ട വൈബ്സുമായി സഹകരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ പുരോഗതി, വളർച്ച എന്ന് പറയുന്നത് നാട്ടിലെ കലാകാരന്മാരെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ്. കാരണം അവരാണ് നാടിൻ്റെ സ്നേഹാന്തരീക്ഷം, നാടിൻ്റെ സന്തോഷം, നാടിൻ്റെ സാഹോദര്യം, നാടിൻ്റെ ഉത്സവം, നാടിൻ്റെ ഐക്യം, നാടിൻ്റെ മനോഹാരിത നിലനിർത്തുന്ന ആളുകൾ. അപ്പൊ ആ അർത്ഥത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പുരോഗതിയാണ്, ഒരു വികസനമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്, ആസൂത്രണം ചെയ്യേണ്ടത്. വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിലെ ടൂറിസം രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക, സാമൂഹിക പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള പരിപാടികൾ
ടൂറിസം വകുപ്പും അതേപോലെ മറ്റ് അനുബന്ധ വകുപ്പുകളൊക്കെ നടത്തുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് ഈ വെള്ളമുണ്ട വൈബ്സ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞങ്ങൾ നിർവഹിക്കുന്നത്. കാരണം വയനാട്ടിലേക്ക് പുറമെ നിന്ന് ആളുകളെ ആകർഷിക്കുക, അതോടൊപ്പം തന്നെ വയനാട് ഒരു സന്തോഷിക്കാനും വയനാട് ആസ്വദിക്കാനും ഒക്കെയുള്ള ആഘോഷിക്കാനും ഒക്കെയുള്ള ഒരു ഇടമാണെന്ന ചിത്രം, ഒരു സന്ദേശം പുറം ജില്ലക്കാർക്ക് പുറം നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം വെള്ളമുണ്ട വൈബ്സിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ ലക്ഷ്യമുള്ള ഒരു പരിപാടിയാണ് വെള്ളമുണ്ട വൈബ്സ്. വെള്ളമുണ്ട വൈബ്സിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും മറ്റുമൊക്കെ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ലക്ഷ്യമാണ്. കാരണം വെള്ളമുണ്ട വൈബ് എന്ന് പറയുന്നത് വെള്ളമുണ്ടയുടെ പ്രദേശത്തെ കലാകാരന്മാരുടെ കേവല സംഗമം എന്നതിനപ്പുറത്തേക്ക് ജില്ലയിൽ നടക്കുന്ന ഒട്ടേറെ വ്യത്യസ്തമായ സവിശേഷമായ പരിപാടികളിൽ ഒന്ന് എന്നുള്ള നിലക്ക് ജില്ല സജീവവും സക്രിയവുമാണ് എന്ന് അറിയിക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ് വെള്ളമുണ്ട വൈബ്. അപ്പോൾ ഏതായാലും വെള്ളമുണ്ട വൈബിൻ്റെ വിജയത്തിന് വേണ്ടി, വെള്ളമുണ്ട വൈബിൻ്റെ മനോഹരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. വെള്ളമുണ്ട വൈബ് വലിയൊരു ചരിത്ര സംഗമമായി മാറാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു ഡിവിഷൻ പരിധിയിലെ മുഴുവൻ കലാകാരന്മാരെയും അതിഥികളായി ക്ഷണിച്ച് അവരെയൊക്കെ വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ ഗ്രാമാന്തര പത്രം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണിത്. ഒരു ഡിവിഷൻ പരിധിയിലെ എല്ലാ കലാകാരന്മാരെയും ഒരുമിപ്പിച്ച് കൂട്ടാനും അവരെ ആദരിക്കാനും അവരോട് സംവദിക്കാനും അവരുമായി സഹവസിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഇതുവഴി ഒരുക്കുന്നത്. അങ്ങനെ ഒരു ഡിവിഷനിലെ മുഴുവൻ കലാകാരന്മാരും ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങായി വെള്ളമുണ്ട വൈബ്സ് മാറുകയാണ്. ഇത് മറ്റുള്ള സംവിധാനങ്ങൾക്ക് കൂടെ ഒരു മാതൃകയാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പലപ്പോഴും അർഹിക്കുന്ന രൂപത്തിൽ ആദരിക്കാനും അനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കലാകാരന്മാരെ ചേർത്ത് നിർത്തുന്നു എന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തണം എന്ന ഒരു സന്ദേശം കൂടെ ഞങ്ങൾ ഈ വെള്ളമുണ്ട വൈബ്സിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ ഒരു ഡിവിഷനിലെ ഒരു ഡിവിഷൻ പരിധിയിലെ മുഴുവൻ കലാകാരന്മാരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുമോദിക്കുന്ന, അവരെ ചേർത്ത് നിർത്തുന്ന ഒരു മഹാസംഗമം കൂടിയാണ് വെള്ളമുണ്ട വൈബ്സ്. ആ അർത്ഥത്തിൽ ഇത് ഒരു ചരിത്ര സംഭവമായി, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു മഹാസംഗമമായി മാറും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. നാടിന്റെ യശസ്സുയർത്തിയ കലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ഒത്തുചേരുന്ന വെള്ളമുണ്ട വൈബ്സ് എന്ന ഈ കൂട്ടായ്മ ഗംഭീര വിജയമാക്കി തീർക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. പരിപാടിയെക്കുറിച്ച് സംഘാടകരിൽ ഒരാളായ ശശി വെള്ളമുണ്ട. പ്രിയപ്പെട്ടവരെ, സുന്ദരമായ ഭൂപ്രകൃതി കൊണ്ടും നന്മയുള്ള മനുഷ്യരാലും ഏറെ പെരുമയുള്ള ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ടൗണുകൾക്കൊപ്പം തന്നെ തലയുയർത്തി നിൽക്കുന്ന ഗ്രാമമാണ് വെള്ളമുണ്ട. ജില്ലയുടെ കലാസാംസ്കാരിക സാമൂഹിക മേഖലകളിൽ വെള്ളമുണ്ടയുടെ അടയാളപ്പെടുത്തലുകൾ ചരിത്രമാണ്. 2025 മെയ് 26 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ വയനാട് വൈബ്സ് എന്ന പ്രോഗ്രാം ഹൃദ്യമായി അരങ്ങേറുകയാണ്. കലയും കലാകാരന്മാരും പ്രതിഭകളും കലാ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് ഒരുമ തീർക്കുന്ന ഈ പരിപാടി വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ പ്രതിനിധിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണിയുടെ പ്രവർത്തനങ്ങളിൽ വേറിട്ടതാണ്. നാടിനെയും കലയെയും സംസ്കാരത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശശി വെള്ളമുണ്ട. താങ്ക് യു. ചരിത്ര പ്രാധാന്യം കൊണ്ടും കലാസാംസ്കാരിക രംഗത്തെ പ്രാതിനിധ്യം കൊണ്ടും എന്നും പേരെടുത്തു നിൽക്കുന്ന വെള്ളമുണ്ടയിലെ കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരന്മാരും പ്രവർത്തകരും നാട്ടുകാരും അണിനിരക്കുന്ന വെള്ളമുണ്ട വൈബ്സ് ഈ നാടിന്റെ പേരും പെരുമയും ഒന്നുകൂടി ഉയർത്തിക്കാട്ടുന്നതിലും നാടിന്റെ ഐക്യവും സഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിലും ഏറെ സഹായകമായി തീരട്ടെ. അതിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പാകട്ടെ വെള്ളമുണ്ട വൈബ്സ്.
ഈ പരിപാടിക്ക് റേഡിയോ മാറ്റുലിയുടെ ആശംസകൾ.